CG ആണ്ടവർ, പ്രിയങ്കരനായ ജസ്റ്റിൻ, ഹരി വളരെ എന്നെ സംബന്ധിച്ചൊരു MP എന്ന നിലയ്ക്ക് രാജ്യസഭയിലുണ്ടായിരുന്ന സമയത്ത് ഒരു ഹരിയും പിന്നെ ഒരു ചന്തു, വെള്ളായണി ഉൾക്കൊള്ളുന്ന, വെള്ളായണി എന്ന് പറയുമ്പോൾ ചരിത്ര പ്രസിദ്ധമായ ഒരു ജലശേഖരമാണ്. തിരുവനന്തപുരത്തെ മുഴുവൻ ഊട്ടുന്ന ഒരു ജലശേഖരമാണ്. എന്നതിൽ നിന്ന് ഇനി വിഴിഞ്ഞം പോർട്ട് വരുന്നതോടുകൂടി ആഗോളതലത്തിൽ തന്നെ വളരെ പ്രശസ്തയാവാൻ പോകുന്ന വെള്ളായണി കായലും വെള്ളായണി കാർഷിക ഗ്രാമവും ഒക്കെ ഉൾപ്പെടുന്ന കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ അന്നത്തെ പ്രസിഡന്റ്, ഇപ്പോഴും ആയിരുന്നു, ഈ രാഷ്ട്രീയ വിക്രിയകൾ കൊണ്ടൊരു പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു പഞ്ചായത്താണ്. ചന്തുവും ഹരിയും എന്നെ സംബന്ധിച്ച് ഒരു MP എന്ന നിലയ്ക്ക് നമുക്ക്, എൻ്റെ കക്ഷിയുടെ MP എന്ന നിലയ്ക്ക് കേരളത്തിൽ ഒരുപക്ഷെ നിർവഹണത്തിന് ചുക്കാൻ പിടിച്ച 2 പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ്. അപ്പം അതുകൊണ്ട് വളരെയധികം പ്രത്യേകതയുണ്ട്. ആവണിശ്ശേരി പഞ്ചായത്ത് ദത്തെടുത്ത കാലം മുതൽ സൂര്യ തുടങ്ങി വെച്ച ഒരു ഒരു ചൈത്രയാത്ര. സൂര്യ ഉണ്ടോ ഇവിടെ? സൂര്യ വന്നിട്ടുണ്ടോ? ആ, വരൂ വരൂ വരൂ. എൻ്റെ സീറ്റാണ് ഞാൻ കൊടുക്കുന്നത്, നിങ്ങൾ വിഷമിക്കുന്നത്. സൂര്യ, അതുപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിലെ ചട്ടമ്പിക്കുട്ടൻ ഹരി, അഡ്വക്കേറ്റ് ഹരി, എല്ലാവരും ഇവിടെ ശക്തമായിട്ടൊരു പക്ഷേ ഒരു രാജ്യസഭാ MP-യുടെ സാന്നിധ്യം വർണ്ണശബളമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ആൾക്കാരാണ്. കൂട്ടത്തിൽ തന്നെ സെവിയുമൊക്കെ ഉണ്ട്. സേവ്യൻ, അങ്ങനെ അനവധി നിരവധി ഈ ധീവരസഭയിലും അതുപോലെ തന്നെ കടലോരത്ത് കടൽ കർഷകരുടെ സംഘങ്ങളുമൊക്കെ വലിയ പിന്തുണയാണ് തന്നിട്ടുള്ളത്. ഞാൻ ആദ്യം 2019 ഇലക്ഷന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നിൽക്കുമ്പോൾ കെട്ടിവെക്കാനുള്ള കാശ് കൊണ്ടുവന്നത് നാട്ടികയിലെ കടൽ കർഷകരാണ്. ഇതുമൊക്കെ ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ എന്തോ ഒരു വളരെ ആന്തരികമായ ഒരു കണക്ഷനുണ്ട്. ഇവിടെ കഴിഞ്ഞ ഒക്ടോബർ 2-ാം തീയതി പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലെ എല്ലാ പ്രദേശത്തുമുള്ള ഗാന്ധിജിയുടെ നാമത്തിൽ നിലകൊള്ളുന്ന ഖാദി പ്രസ്ഥാനത്തിന് മുദ്ര ചാർത്താൻ MP-മാരും MLA-മാരും അതുപോലെ തന്നെ കേന്ദ്ര കൗൺസിലിലും അംഗങ്ങളിലുമൊക്കെ എത്തിയിരിക്കണം എന്ന കർശന നിർദ്ദേശത്തിന് പ്രകാരം ആ കർമ്മം നിർവഹിക്കാൻ വേണ്ടി വന്നയാളാണ് ഞാൻ. അന്ന് ഇവിടെ നിന്ന് ഒരുപക്ഷെ ഇവിടുത്തെ ഉൽപ്പന്നങ്ങളുടെ ഒരു സ്വഭാവം കണ്ടപ്പോൾ എനിക്കിതിനെ തട്ടിച്ച് നോക്കാൻ കഴിഞ്ഞത് ഒരുപക്ഷെ പയ്യന്നൂരിൽ നിലകൊള്ളുന്ന പയ്യന്നൂർ ഖാദി, എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു കേന്ദ്രമാണത്. അവിടുത്തെ വിപണന കേന്ദ്രത്തിലാണ് ഞാൻ പോയത്. നിർമ്മാണ കേന്ദ്രം സന്ദർശിക്കാൻ സാധിച്ചില്ല. അതേതാണ്ട് 3-3.5 വർഷം മുമ്പാണ്. അതിമനോഹരമായ വിപണന കേന്ദ്രം, സെയിൽസ് സെൻറ്റർ. അപ്പം അതുമായിട്ടാണ് എനിക്കിതിൻ്റെ ഒരു തിളക്കം എനിക്ക് കൂട്ടിച്ചേർക്കാൻ സാധിച്ചത്. അന്ന് ഇവിടുത്തെ നിലനിൽക്കുന്ന സന്നിഗ്ധാവസ്ഥയെക്കുറിച്ച് ശ്രീ സുരേഷ് കുമാർ വളരെ വളരെ ദീർഘമായി
സംസാരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഹൃദയത്തിൽ തോന്നിയതാണ് അന്ന് ചെയ്തത്. അന്ന് വാഗ്ദാനം നൽകിയത് ഹൃദയമോദി തന്നതാണ് ചെയ്തത്. ഇങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അതിന് മുനമ്പത്ത് പോയതായാലും ശരി തന്നെ, കരുവന്നൂർ പോയതായാലും ശരി തന്നെ, കൊട്ടിയൂര് അക്ഷയയ്ക്കും അനന്തുവിനും വേണ്ടി പോയതായാലും, കൊല്ലം കൊട്ടിയത്ത് ബെൻസനും ബെൻസിക്ക് വേണ്ടി പോയതായാലും ശരി തന്നെ, ഹൃദയമോദി തന്നതേ ചെയ്തിട്ടുള്ളൂ. അതിൽ മറ്റൊരു കാര്യങ്ങളും നോക്കിയിട്ടില്ല. ഒരുപക്ഷെ ആശാവർക്കർമാർ വീട്ടിൽ വന്ന് ഒന്ന് ഞങ്ങളെ കാണാൻ വരണം, വന്നാൽ അതിൻ്റെ ഗുണം ഞങ്ങൾക്കുണ്ടാകും എന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവിടെ പോയതെങ്കിലും പിന്നെ ഹൃദയമോദി തന്ന കാര്യങ്ങൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിനകത്തൊരു രാഷ്ട്രീയ സർക്കസുമില്ല. ആ രാഷ്ട്രീയ സർക്കസ് കളിക്കാൻ എന്നെ ഈ ജന്മം കിട്ടില്ല എന്ന് ഞാൻ ചങ്കത്ത് കൈവച്ചുകൊണ്ടാണ് പറയുന്നത്. അതിൽ വക്രവും വിക്രിയയും കാണുന്നവരൊക്കെ അത് മാത്രമുണ്ട് ജീവിക്കുന്നവരാണ്. അത് ഏത് കൊപ്പത്ത മന്ത്രിയായാലും ശരി തന്നെ. അവരെയൊക്കെ പുച്ഛത്തോടെ തള്ളുന്നു. എനിക്ക് നിർവഹിക്കാനുണ്ട്. എനിക്ക് എൻ്റെ ഭക്തി മാർഗത്തിലൂടെ ദൈവം ഓതി തന്നിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിലൂടെയാണ് വരുന്നത്. ആ ഹൃദയ നിർവഹണം എനിക്ക് നടത്തിയേ മതിയാകും. ഇപ്പോഴും ഞാനിവിടെ വെച്ച് പറയുന്നു, അന്ന് ആ 40 ലക്ഷം എൻ്റെ മോളുടെ പേരിലുള്ള അക്കൗണ്ടിൽ ഇല്ലെങ്കിലും ഏതാണ്ട് 1 മാസം കൊണ്ട് ചില ഉദ്ഘാടനങ്ങൾക്ക് ഞാൻ കണക്ക് പറഞ്ഞ കാശ് വാങ്ങിച്ച് സ്ഥിരം പോകാറുള്ള അക്കൗണ്ടിലേക്ക് വന്ന തുകയിൽ നിന്നാണ് ഞാൻ ഏതാണ്ട് ഡിസംബർ മാസം മുതൽ ജനുവരി 1-ത് എണ്ണയിട്ട് ഓടിത്തുടങ്ങണമെന്ന് ആഗ്രഹിച്ചയാളാണ്. അന്ന് മുതൽ ഞാൻ സുരേഷ് കുമാറിനെ വിളിക്കുകയാണ്. സാങ്കേതികമായി ഇത് സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമായതുകൊണ്ട് മന്ത്രി ശോഭ കരന്തലാജെ അവരുടെ മുന്നിലും ഞാൻ പോയിരുന്നു. ഇതിനൊരു അനുമതി വേണമെന്ന്. അങ്ങോട്ട് കാശ് കൊടുക്കുന്നത് സ്വീകരിക്കാം എന്നൊരു അനുമതി ആവശ്യപ്പെടുന്ന ഒരവസ്ഥയെക്കുറിച്ച് എന്തോ ഒരു വൈരുദ്ധ്യമാണല്ലേ അങ്ങനെ ആവശ്യപ്പെടേണ്ടി വരുന്നത്. അപ്പോൾ അത് കുറച്ച് സമയമെടുത്തു. അതുകൊണ്ട് മാത്രമാണ്. പക്ഷേ അവസാനം ഞാൻ കുത്തിന് പിടിച്ചാണ് ഇത് സ്വീകരിപ്പിച്ചത്. അത് തൃശ്ശൂർ എൻ്റെ MP-യുടെ നാമത്തിൽ ഒരു ഓഫീസ് തുടങ്ങുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ആദ്യം പോകുന്ന ചെക്ക് ഈ ഖാദിയിലേക്കായിരിക്കണമെന്നുള്ള നിശ്ചയം. അന്നത് സുരേഷ് കുമാർ അതിശക്തമായ പനിയെ അവഗണിച്ച് ഓഫീസിൽ, വീട്ടിൽ ചെന്നോളാമെന്നാണ് ഞാൻ പറഞ്ഞത്, ഓഫീസിൽ വന്നിരുന്ന് സീല് വെച്ച് ഒപ്പിട്ടത് സ്വീകരിച്ചു എന്നുള്ളത് ഈ സ്ഥാപനത്തെ വിശ്വസിച്ച് ജീവിക്കുന്ന നിങ്ങൾ ഓരോ വ്യക്തികളുടെയും കുടുംബത്തിലെ കുഞ്ഞുങ്ങളുടെ ഭാഗ്യമാണ്, അവരുടെ അവകാശമാണെന്നാണ് ഞാൻ കരുതുന്നത്. അതങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി. ഈ ഒരു വരുമാനത്തിൽ നിന്ന് അവർക്കുള്ള അന്നമെങ്കിലും കൃത്യമായി എത്തിയില്ലെങ്കിൽ അവരുടെ ശാരീരിക മാനസിക ഘടനയെ എത്രമാത്രം ബാധിക്കും. അവരുടെ വിദ്യാഭ്യാസവും ആ വിദ്യാഭ്യാസം നേടിയെടുക്കുന്നത് വഴിയുള്ള ഉന്നമനവും എല്ലാം ബാധിക്കപ്പെടും എന്നുള്ളത് ഉറപ്പല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുന്ന ചെറുതോ വലുതോ ആയ കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾക്ക് ഒരുപക്ഷെ ഊഹിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വ്യാപ്തി ആ പ്രവർത്തനത്തിലൂടെ ഒരുപക്ഷെ നടപ്പിലാക്കിയെടുക്കാൻ സാധിക്കുന്ന വിജയത്തിന് അങ്ങനെ ഒരു വലിയ ചരിത്രം കുറിക്കാൻ സാധിക്കും. ഇത് ഇനി ഒരിക്കലും ഒരു എണ്ണയിട്ട് പുനർജീവിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് പോകാതെ വളരെ ഐശ്വര്യപൂർണമായി എൻ്റെ മകളുടെ ആത്മാവിൻ്റെ ഒരു അനുഗ്രഹം കൂടി ഇതിനുണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ തരുണത്തിൽ. അതങ്ങനെ തന്നെ പോകണം. ഒരു വർഷം കഴിഞ്ഞത് തിരിച്ചു തരണം എന്നുള്ള കണ്ടീഷനാണ് ഞാൻ വെച്ചത്. 365-ാം ദിവസം തിരിച്ചു തരണം, പലിശരഹിതം എന്ന് പറഞ്ഞത്. പലയിടങ്ങളിലും അങ്ങനെ വീട് വെച്ച് കൊടുത്തതോ അല്ലെങ്കിൽ ജപ്തി ഒഴിവാക്കി കൊടുത്തതോ ആയ
കാര്യങ്ങളിൽ നിന്ന് അവരെല്ലാം അതുകൊണ്ട് എത്ര ഗുണപ്പെട്ടു, അതുകൊണ്ട് അവരൊരു സൗകര്യത്തിലേക്ക് കടന്നു കയറുക മാത്രമാണോ ചെയ്തത്, അതിൽ നിന്ന് അവരുടെ ജീവിതത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ അവരുടെ അധ്വാനത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചോ എന്നത് എനിക്ക് അവലോകനം ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷെ അതിലൊരു 10% കഴിച്ചാൽ ബാക്കിയൊക്കെ പാഴായി പോയോ എന്ന് പോലും ചിന്തിക്കേണ്ട അവസ്ഥയാണെന്ന് ചില അവസ്ഥകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഔദാര്യമല്ല, ഒരു സഹായമല്ല, ഒരു കൈത്താങ്ങല്ല, ഹൃദയം കൊണ്ടൊന്ന് ചേർത്ത് നിർത്താൻ ശ്രമിച്ചപ്പോൾ ആ ഹൃദയത്തെ വഞ്ചിക്കില്ല എന്ന് പറയുന്ന നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെയുള്ള ഒരു മുദ്ര ചാർത്തൽ അതിനാവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചത്. ഇത് നിങ്ങളുടെ അധ്വാനത്തിലേക്ക് ഒരുപക്ഷെ മൂലധനം, ആ മൂലധനത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദികളും ഉടമസ്ഥരും നിങ്ങൾ തന്നെ ആവണം എന്ന് പറയുന്ന നിശ്ചയമാണ് അതിലൂടെ നടപ്പിലാക്കിയെടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ വച്ച് പ്രഖ്യാപിക്കുകയല്ല, വാഗ്ദാനം ചെയ്യുകയാണ്. നിങ്ങൾ 366-ാം ദിവസം ആ 40 ലക്ഷം ഇങ്ങോട്ട് തരുമ്പോൾ അതിനോട് ഒരു 10ഓ 20ഓ പറ്റിയാൽ, അതെൻ്റെ സിനിമയിൽ നിന്നുള്ള വരവനുസരിച്ച് പറ്റിയാൽ ഒരു 60 ലക്ഷം വരെ ചേർത്ത് 1 കോടിയാക്കി ഒരു കൺസോർഷ്യം ഞാൻ ആരംഭിക്കും. ആ കൺസോർഷ്യത്തിലേക്ക് അതുപോലെ മനസ്സും ഹൃദയവുമുള്ള തൃശ്ശൂരിൽ ഒരുപാട് മുതലാളിമാരുണ്ട്. അവരെല്ലാം വന്ന് ചേർന്ന് ഒരു 10ഓ 25ഓ കോടിയുടെ ഒരു കൺസോർഷ്യം ഉണ്ടാവുകയാണെങ്കിൽ ആശാപ്രവർത്തകർക്കുള്ള മാസ വരുമാനത്തിനോട് ചേരുന്ന ഒരു നല്ല വിഹിതം എല്ലാ മാസവും മുറിച്ച് നൽകാൻ വേണ്ടി അതിൻ്റെ പലിശയിൽ നിന്നെങ്കിലും എടുത്ത് നൽകാൻ കഴിയുന്ന ഒരു പദ്ധതിക്കായിരിക്കും അതുകൊണ്ട് തുടക്കം കുറിക്കുന്നത്. ഇത് ചെയ്യാൻ പോകുന്ന കാര്യമാണ്. ചെയ്യാൻ പറ്റുന്നതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇലക്ഷൻ്റെ കാലത്തും അങ്ങനെയേ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് സ്വപ്നങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആ സ്വപ്നങ്ങൾ നടപ്പിലാക്കിയെടുക്കാനുള്ള ശ്രമമുണ്ടാകും. പക്ഷെ ചെയ്യും എന്ന് പറഞ്ഞതെല്ലാം തോറ്റപ്പോഴും ചെയ്തിട്ടുണ്ട്. പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ എന്തിന് ചെയ്യാതിരിക്കണം, അല്ലേ? അതിനൊരു പ്രത്യേക കാരണമുണ്ടാവണ്ടേ? അപ്പോഴും ഞാൻ കുറച്ച് രാഷ്ട്രീയം പറഞ്ഞില്ലെങ്കിൽ പലർക്കും രസിക്കില്ലല്ലോ. ഈ 5 വർഷം ജയിച്ചു പോയവരൊക്കെ എന്ത് ചെയ്തു എന്ന് പറയുന്ന ഒരു അഫിഡവിറ്റൂടെ എൻ്റെ മുമ്പിൽ വെച്ചിട്ട് വേണം ചോദ്യം ചോദിക്കുന്ന മഹാന്മാർ മുന്നോട്ട് വരാൻ. കഴിഞ്ഞ 25 വർഷം 5 പേര് പോയവരെന്തൊക്കെ ചെയ്തു പറയണ്ടേ? അത് ചങ്കൂറ്റത്തോടെ പറയാനുള്ളവർക്കല്ലേ ചോദ്യം ചോദിക്കാനും അധികാരമുണ്ട്, അവകാശമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇങ്ങനെ മുറിഞ്ഞായാലും ഒരു വലിയ ഏക ശ്രമമായാലും തൃശ്ശൂരിനും കേരളത്തിനും ഗുണം ചെയ്യുന്നതായ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ചുക്കാൻ പിടിക്കാൻ മുന്നിലുണ്ടാവും. തൃശ്ശൂർ MP എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങൾ നൽകിയിരിക്കുന്ന ആ പദവിയും ആദരവും ഞാൻ അങ്ങനെ തന്നെയാവും ഉപയോഗിക്കുക എന്നൊന്നുകൂടി. ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത ഇലക്ഷൻ 4 വർഷം കഴിഞ്ഞേ ഉള്ളൂ. എന്നാലും ആ വാഗ്ദാനമല്ല, ഉറപ്പുള്ള വാക്കാണ് ഞാൻ ഇവിടെ വെച്ച് തരുന്നത്. എല്ലാം ഭംഗിയായി കലാശിക്കട്ടെ. ഒരുപാട് സ്നേഹം നിങ്ങളുടെ എല്ലാം. അന്നും നിങ്ങൾക്ക് അങ്ങനെ വലിയ മ്ലാനിയൊന്നും ഉണ്ടായിരുന്നില്ല മുഖത്ത്, ഒരു നിരാശയോ വിഷമോ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ആ പ്രതീക്ഷ അന്ന് നിങ്ങളുടെ മുഖത്ത് കണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ മുഖത്ത് ഞാൻ കാണുന്നത് സന്തോഷത്തിൻ്റെ പൂത്തിരി വെളിച്ചമാണ്. അതെന്നും നിലനിൽക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹം, നന്ദി, നമസ്കാരം.